الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على دين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ألا إن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أوصيكم عباد الله وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فأعوذ بالله من الشيطان الرجيم إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ ആദ്യം എന്നോടും അടുത്തതായി നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മനുഷ്യർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്തിഖാമത്തും സബ്റും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട് മാത്രമാണ്. പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഗുണപാഠങ്ങൾക്ക് വേണ്ടിയും കാലം മുന്നോട്ട് പോകുന്തോറും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തെന്നും പ്രവാചകന്മാർ നേരിട്ട ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എങ്ങനെയാണവർ ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യ മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ അടിയാറുകൾ അതിനെ പിന്തുടരണം, പിൻപറ്റണം എന്നുള്ള ഉപദേശങ്ങളും ആഹ്വാനങ്ങളുമാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ട് തഴമ്പിച്ചിട്ടുള്ള ചരിത്രമായിരിക്കും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം യഥാർത്ഥത്തിൽ
ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ തന്നെ ഒരു നിലയിൽ അത്ഭുതമായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ അക്രമിയും അഹങ്കാരിയും ഏകാധിപതിയും സ്വേച്ഛാധിപതിയും കൊലയാളിയും ചതിയനും വക്രബുദ്ധിക്കാരനുമായ ഒരു രാജാവിന്റെ ഭരണമായിരുന്നു. റംസീസ് എന്നറിയപ്പെടുന്ന ഫിറോൻ എന്നറിയപ്പെടുന്ന റംസീസ് രണ്ടാമൻ അയാളായിരുന്നു. ജനങ്ങൾ രണ്ട് വിഭാഗമായിരുന്നു. ഒന്ന് ഭൂരിപക്ഷ സമുദായമായ കവ്തീകളും, രണ്ട് ന്യൂനപക്ഷ സമുദായമായിരുന്ന ബനു ഇസ്രായേലുകളും. ഫിർഔൻ കിബിത്തികളെയും ബനു ഇസ്രായേലിനെയും ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. അവർ ഒന്നിക്കരുത് എന്നുള്ളതായിരുന്നു അവന്റെ നിർബന്ധം. കിബിത്തുകളെയും ബനു ഇസ്രായേലുകളെയും ചേരി തിരിച്ചു, വർഗീയമായി ഭിന്നിപ്പിച്ചു. ആദ്യമായി ലോകത്ത് ഒരു ജനത, ഒരു ഭാഷ, ഒരു തെരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ ഒരു സമുദായം എന്ന് വാദമുന്നയിച്ചത് ഫിർഔനായിരുന്നു. ഈ ലോകത്ത് ചരിത്രത്തിൽ ആദ്യമായി വർഗീയമായി ഈ നിലയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഫറോവയായിരുന്നു. ഇന്ന് അവനെ റോൾ മോഡലാക്കിക്കൊണ്ടാണ് സ്വേച്ഛാധിപതികളും അഹങ്കാരികളും ധിക്കാരികളും സയനിസ്റ്റുകളും ഫാസിസ്റ്റുകളും ഒക്കെ ഈ നിലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവന്റെ ചിന്തമണ്ഡലത്തിൽ ഉദിച്ച ആശയങ്ങളാണ് ഇന്ന് ലോകത്ത് അക്രമികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭൂരിപക്ഷ സമുദായമായ കബിത്തികൾ വിഗ്രഹാരാധകരായിരുന്നു. അവർക്കായിരുന്നു അധികാരമുണ്ടായിരുന്നത്, നേതൃത്വം അവരുടെ കയ്യിലായിരുന്നു. അവർ ഭൂമിയിൽ എല്ലാ നിലയിലും മേൽക്കോയ്മയിൽ എത്തിയവരായിരുന്നു. എന്നാൽ ബനു ഇസ്രായേലുകൾ, അവരിലായിരുന്നു പണ്ഡിതന്മാരുണ്ടായിരുന്നത്, മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ പരമ്പര അവരിലായിരുന്നു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയാണല്ലോ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അങ്ങനെ ന്യൂനപക്ഷ സമുദായമായ ഇസ്രായേലികൾ മുഅ്മിനീങ്ങളും, ഭൂരിപക്ഷ സമുദായമായിരുന്ന കിബിത്തികൾ അവർ അഹങ്കാരികളും ധിക്കാരികളും ഫിർഔന് റാമോളുന്നവരും ഒത്താശ പാടുന്നവരും ആയിരുന്നു. അങ്ങനെയായിരുന്നു ഈ അന്ന് ഈജിപ്തിന്റെ അവസ്ഥകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഫിർഔൻ ഭരണസിരാകേന്ദ്രത്തില് ആദ്യമായി ഭരണം ഏറ്റെടുത്ത് ചെയ്ത കാര്യങ്ങൾ, പ്രവർത്തനം നടപ്പാക്കിയ കാര്യം എന്തെന്ന് വെച്ചാൽ, തന്റെ അനുയായികളെ, തന്റെ കൂടെ നിൽക്കുന്നവരെ എല്ലാ കാര്യങ്ങളിലും കുത്തിത്തിരിക്കുമായിരുന്നു. അതായത് അന്നത്തെ പാർലമെന്റില്, അതേപോലെ ഉദ്യോഗ തലങ്ങളില് ഏതെല്ലാം കാര്യങ്ങൾ ജനങ്ങളെ അടക്കി നിർത്താൻ പറ്റുമോ അവിടെയൊക്കെ, പ്രത്യേകിച്ച് കീ പോയിന്റിലൊക്കെ അവന്റെ ആൾക്കാരെ, കിബിത്തികളെ, ഭൂരിപക്ഷ സമുദായങ്ങളെ പ്രതിഷ്ഠിക്കുമായിരുന്നു ഫിർഔൻ. മാത്രമല്ല ബനു ഇസ്രായേലുകളെ അടിമകളാക്കി, ഭയചകിതരാക്കി, അതേപോലെ തന്നെ ലോകത്ത് തലപൊക്കാൻ അനുവദിക്കാതെ അടിച്ചമർത്തപ്പെട്ട വിഭാഗമായി മാറ്റിയിരുന്നു ഫിർഔൻ. യഥാർത്ഥത്തിൽ ഏത് സ്ഥലത്തും, ഏത് നാട്ടിലും, ഏത് സമയത്തും ഇത് തന്നെയാണ് ഏകാധിപതികളുടെ ശൈലി പ്രത്യേകിച്ച് കാണാറുള്ളത്. തൗഹീദിന്റെ ശബ്ദം എവിടെ അടിച്ചമർത്തപ്പെടാമോ, എവിടെ ലഘൂകരിക്കപ്പെടാമോ അവിടെയൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന, തൗഹീദിനെ ഇല്ലാതാക്കാൻ ഉള്ള പരിശ്രമമായിരുന്നു, പെടപ്പടായിരുന്നു ഫിർഔൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെയൊക്കെ തൗഹീദിന്റെ ശബ്ദം കെട്ടടങ്ങുന്നോ അല്ലെങ്കിൽ നേർമയാകുന്നോ അവിടെയൊക്കെ ഷിർക്കിന്റെ സൗണ്ട്, ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. എവിടെയൊക്കെ സത്യത്തിന്റെ
വാക്കുകൾ സത്യത്തിന് വിലയില്ലാതെ വരുന്നു, അവിടെയൊക്കെ അസത്യം നിഴലിച്ചു നിൽക്കും. എവിടെയൊക്കെ നീതി നടപ്പാകാതെ പോകുന്നു, അവിടെ അനീതി വിളയാടും. എവിടെയൊക്കെ ധാർമ്മിക മൂല്യങ്ങൾ പിച്ചു ചിന്തപ്പെടുന്നു, അവിടെയൊക്കെ അധാർമികത തലപൊക്കി അവിടെ ലോകത്ത് മോശമായ അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുപോയി, നാടിനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇത് ഫിർഔൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഫിർഔൻ തൗഹീദിന്റെ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം, സത്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ, ന്യായത്തിന്റെ വഴികളൊക്കെ, കവാടങ്ങളൊക്കെ കൊട്ടിയടച്ച് അനീതിയുടെ, അക്രമത്തിന്റെ, അരാജകത്വത്തിന്റെ, ബഹുദൈവ വിശ്വാസത്തിന്റെ, ചതിയുടെ, കൊലയുടെ, കൊള്ളിവെപ്പിന്റെ എല്ലാം മേഖലകൾ അവൻ ഓരോന്നോരോന്നായിട്ട് അവൻ ജനങ്ങൾക്ക് അതിലൂടെ നടന്നു ചെല്ലാൻ, അതിലൂടെ ഒഴുകിപ്പോകാൻ ഉള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പോലും, ഇസ്ലാമിന്റെ വാക്കുകൾ പോലും, ഇസ്ലാമിന്റെ സ്വരങ്ങൾ പോലും അത് നേർമയാകാനുള്ള പരിശ്രമമായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയാണല്ലോ, ഏകാധിപതികളും സ്വേച്ഛാധിപതികളും വെറുപ്പിന്റെ രാഷ്ട്രീയക്കാരും എവിടെയൊക്കെ ഇസ്ലാമിന്റെ പേരുകളുണ്ടോ, ഒരു പേര് ഇസ്ലാമിന്റെ വന്നു കഴിഞ്ഞാൽ ആ പേര് മാറ്റുന്ന ത്വരയിലാണ്, പരിശ്രമത്തിലാണ് എന്നുള്ളത്. മുസൽമാന്റെ പേര് വന്നാലും ഇസ്ലാമിന്റെ പേര് എവിടെയൊക്കെ ഉണ്ടാവും. റോഡിനൊരു ഇസ്ലാമിന്റെ പേരിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നാടിന് ഇസ്ലാമിന്റെ പേര് വിട്ട് കഴിഞ്ഞാൽ, ഇന്ന് മുൻകാല ചരിത്രങ്ങളിലൊക്കെ എടുത്തു നോക്കുമ്പോൾ പേരുകളൊക്കെ തുടച്ചു മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ്. സുന്ദരമായ പേരുകൾ മാറ്റിയിട്ട് വികൃതമായ പേരുകൾ കൊടുത്ത് അതിനുവേണ്ടി പെടാപ്പാട് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നാമങ്ങൾ പോലും, ഇസ്ലാമിന്റെ സത്യത്തിന്റെ വാക്കുകൾ പോലും അവജ്ഞയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ലോകത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെയും, ചരിത്രത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെയും തുറന്നുകൊണ്ടേയിരിക്കുന്നത്. ആദ്യം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് മുത്തലാഖ് ബില്ലിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ബന്ധപ്പെട്ടവർ പോയി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇവിടെ പോയി പറഞ്ഞാൽ മതി, എന്താ എന്നെ മുത്തലാഖ് 3 ചൊല്ലിയെന്ന്. ഉടനെ ജാമ്യമില്ല വകുപ്പ് ചാർത്തിക്കൊണ്ട് 3 വർഷം തടങ്കിലിടാൻ പറ്റുന്ന നിയമം ആർക്ക് വേണ്ടിയാണ്? അത് മുസൽമാന് വേണ്ടി മാത്രം. എവിടെ ആരെങ്കിലും മുത്തലാഖ് ചെല്ലുന്നുണ്ടോ? പക്ഷെ മുത്തലാഖ് എന്നതുപോലും അറിഞ്ഞത് ഈ വാദം എടുത്തപ്പോഴാണ് മുസ്ലിം സമുദായം. രണ്ടാമതായിട്ട് ഈ ലോകത്ത് നമ്മളുടെ ഈ രാജ്യത്ത് നടപ്പാക്കിയൊരു കാര്യമുണ്ടല്ലോ, അതായത് ഏറ്റവും സുന്ദരമായി പോയിക്കൊണ്ടിരുന്ന ഏറ്റവും നല്ലൊരു നാടുണ്ടായിരുന്നല്ലോ കാശ്മീർ എന്ന് പറയുന്നത്. ആ നാട്ടില് നെറ്റ് പോലും കട്ടാക്കിക്കൊണ്ട് അവിടുത്തെ പ്രത്യേക ആ വകുപ്പ് എടുത്തു മാറ്റി, അധികാരം എടുത്തു മാറ്റി, അവകാശം എടുത്തു മാറ്റി ആ നാടിനെ ഏറ്റവും വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. കാരണം എന്താ? അവിടെ താമസിക്കുന്ന 99.99% മുസ്ലിമീങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ആ നാടിനെ ലക്ഷ്യമിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലക്ഷദ്വീപിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്വേച്ഛാധിപതികളുടെയും ഏകാധിപതികളുടെയും നീക്കങ്ങൾക്ക് പടച്ചവൻ ഒരു സമയത്ത് തടയിടുക തന്നെ ചെയ്യും. അവസാനം ഇന്ന് എല്ലാവരും കൊണ്ടുപിടിച്ച് പൗരത്വവുമായി ബന്ധപ്പെട്ട് എല്ലാവരും തെരുവിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ സെൻസസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല സുന്ദരമായി സെൻസസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ നിങ്ങൾ സമരം ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായി അവർക്ക് മറുപടി കൊടുത്ത് രേഖ ഒപ്പിട്ട് പൂരിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ കുറിച്ച് അറിയുന്നതിന് വലിയ താമസമൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ലക്ഷ്യം വെക്കുന്നതും ഒരു സമുദായത്തെ തന്നെയാണ് എന്നുള്ള കാര്യം ചോറുന്നവർക്ക്, അരിയാഹാരം നിന്നവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എല്ലാം 4 നൂറ്റാണ്ട്, ഒരു കാര്യം ഇവിടെ ഉണ്ട്, 4 നൂറ്റാണ്ടോളം മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്ത ബാബരി മസ്ജിദ് അത് പൊളിക്കപ്പെട്ടു. പക്ഷേ കോർട്ട് പറഞ്ഞു, സുപ്രീം കോർട്ട് പറഞ്ഞു എന്താണ്? ബാബരി മസ്ജിദ് പള്ളി പൊളിച്ചത് അക്രമം തന്നെയാണ്, കൊള്ളരുതായ്മ തന്നെയാണ് എന്ന്. പക്ഷേ എന്താണ് വിചിത്രമായ വൈരുദ്ധ്യമായ വിധി? ബാബരി മസ്ജിദ് ഇരുന്നെടുത്ത് അമ്പലം പണിയാൻ, കനീസ പണിയാനുള്ള അവകാശം വകവെച്ചു കൊടുത്തു. പൊളിക്കപ്പെട്ടത് പള്ളി, പണിയപ്പെട്ടത് അമ്പലം. എന്നിട്ടോ പൊളിച്ചത് അക്രമമാണ്. ഏതുപോലെ അറിയുമോ? കോടതിയിലേക്ക് ഒരു സ്വർണ്ണക്കട്ടി മോഷ്ടിച്ച ഒരാളെ കോടതിയിലേക്ക് കൊണ്ടുവരും. കോടതിയുടെ മുമ്പിൽ പോകുമ്പോൾ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് സോപ്പോട്ടയായി മാറി, സോപ്പ് കഷ്ണമായി മാറുന്നു. അതേപോലെ MDMA പിടിച്ച ഒരാളെ കോടതിയിലേക്ക് കൊണ്ടുമ്പോൾ കൂവപ്പൊടിയായി മാറുക. ഈ നിലയിൽ അതായത് ഏറ്റവും വലിയ കൊള്ളക്കാരനെ നിരപരാധിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക്
യുഅ്തമനുൽ ഖായിൻ, വഞ്ചകനെ ഏറ്റവും വിശ്വസിക്കപ്പെടുന്ന കാലം വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരികയാണ്. യുഅ്തമനുൽ ഖായിൻ മാത്രമല്ല യുഹവ്വനുൽ മുഅ്തമൻ, ഏറ്റവും വിശ്വസ്തനെ വഞ്ചിക്കപ്പെടുന്ന ചതിയനായിട്ട് കാണപ്പെടുന്ന ഒരു കാലം വരും. അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ബാബരി മസ്ജിദിന്റെ പൊളി എന്ന് പറയുന്നത്, പതനം എന്ന് പറയുന്നത്, തകർത്തത് ഈ നാടിന്റെ രാജ്യത്തിന്റെ മതേതരത്തിന് ഏറ്റവും വലിയ അപകടമാണ് എന്നുള്ളത് കാര്യം മനസ്സിലാക്കേണ്ടത്. മതേതരത്തെ തൂത്തെറിയുന്നതിന്റെ ഒന്നാമത്തെ ഒരു അടയാളമായിരുന്നു, പ്രവർത്തനമായിരുന്നു ബാബരി മസ്ജിദിന്റെ പതനവും പൊളിക്കലുമെന്ന് വ്യക്തമാക്കി തരികയാണ്. ഏറ്റവും വലിയ കളങ്കമായിരുന്നു അത് മതേതരത്തിനേറ്റാം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഏത് വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നാലും എന്താണ് അതിന്റെ റോൾ മോഡലായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്, അതായത് അക്രമിയായ ഭരണാധികാരികൾ സ്വീകരിക്കുന്നത് ഫറോവയുടെ ഫിർഔന്റെ റംസീസ് രണ്ടാമന്റെ രീതിയാണ് എന്നുള്ളതാണ്. ഈ ലോകത്ത്, ഈ നമ്മുടെ നാടുകളില് എവിടെയൊക്കെ തൗഹീദിന്റെ ശബ്ദം നേർന്നു പോകുന്നോ, കെട്ടടങ്ങി പോകുന്നോ, അവിടെ ശിർക്കിന്റെ സൗണ്ടുകൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്താണെന്നറിയുമോ? തൗഹീദിന് വേണ്ടി ശിർക്കിനെതിരെ പോരാട്ടം നയിക്കുക എന്നുള്ളതും പോരാടുക എന്നുള്ളതുമാണ് നമ്മുടെ ഏറ്റവും വലിയ ധാർമ്മികമായ നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ ഏറ്റെടുക്കേണ്ട യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത്. അള്ളാഹിനെ പരിചയപ്പെടുത്താൻ, ദീനിനെ പരിചയപ്പെടുത്താൻ, ഖുർആനെ പരിചയപ്പെടുത്താൻ, പരലോക ചിന്ത ഉണ്ടാക്കി തീർക്കാൻ, അള്ളാഹുവിന്റെ അടിമകളെ, അടിയാറുകളെ നമ്മൾ അവരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പടച്ചവനെ പരിചയപ്പെടുത്താനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ലയോ? നമസ്കാരവും നോമ്പുമായിട്ട് മാത്രം കഴിഞ്ഞുകൂടി പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ പാരത്രിക ലോകത്ത് പോകുമ്പോൾ മാത്രമല്ല, എന്തുകൊണ്ട് നിന്റെ അയലോകത്ത് താമസിക്കുന്ന മനുഷ്യൻ ദീനിനെ പരിചയപ്പെടാൻ നീ കാരണമായില്ല എന്ന് ചോദിക്കുമ്പോൾ സമാധാനത്തോട് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്തത് പോലെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലഘട്ടത്തെ തന്നെ സത്യം, അസ്ര നമസ്കാരത്തെ തന്നെ സത്യം. നീ ഏത് കാലത്ത് ജീവിച്ചിരുന്നാലും കാലത്തെ തന്നെ സത്യം ചെയ്ത് നിങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തട്ടെ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഈ ലോകത്തെ മനുഷ്യരെല്ലാം തീരാത്ത അപകടത്തിലായി പോകും, വലിയ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞ പോരാ, അള്ളാഹു ഏകനാണെന്ന് മാത്രം പറഞ്ഞ പോരാ, പടച്ചവന് വിശ്വാസം ഉണ്ടായ മാത്രം പോരാ, വഅമിലുസ് സ്വാലിഹാത്ത്, ഇടതടവില്ലാതെ നമ്മൾ സൽക്കർമ്മ നിരതരാകുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അതോടൊപ്പം തന്നെ അതിൽ കണക്റ്റഡ് ആണ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ലോകത്തിന് സത്യം ഏതൊരു അക്രമിയായ ഭരണാധികാരികളുടെ മുമ്പിൽ പോയിട്ടും സത്യം തുറന്നു പറയാനുള്ള മനസ്സും ധൈര്യവും സ്ഥൈര്യവും അതുണ്ടാക്കിയെടുക്കണം. അത് വതവാസൗ ബിസ്സബ്ർ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഒരുപക്ഷേ അതിന്റെ മുമ്പിൽ നിനക്ക് ഭീഷണികൾ ഉയർന്നേക്കാം, അതിന്റെ മുമ്പിൽ നിനക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായേക്കാം. എന്നാൽ നീ പറഞ്ഞു കൊടുക്കണം അവരുടെ മുമ്പിലേക്ക് ക്ഷമയോടുകൂടി തന്നെ. ഫിർഔൻ ചെയ്തത് ലോകത്ത് ഇസ്ലാമിനെ, ഈമാനിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ്. അവൻ കിണഞ്ഞു പരിശ്രമിച്ചു. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔൻ ലോകത്ത് ഏറ്റവും വലിയ അതിക്രമിയായി ഈ ലോകത്ത് ഉയരാൻ വേണ്ടി ശ്രമിച്ചു. അലാ ഫിൽ അർദ്, ഏറ്റവും ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടുകൂടി എല്ലാവരെയും മടക്കി ഭരിച്ചുകൊണ്ട് അവൻ നേതാവായി ഉയർന്നു നിന്നു. അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ, കിബ്തികളെയും ബനൂ ഇസ്രായേലുകളെയും ചേരിതിരിവുണ്ടാക്കി, വർഗീയ തിരിവുണ്ടാക്കി. അതുപോലെ ലോകത്ത് ഓരോരുത്തരെയും വർഗീയവാദി എന്ന് മുദ്ര കുത്തി അവരോട് അടുക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്തി അവർക്കെല്ലാം ആനുകൂല്യങ്ങളും അനർഹമായി വകവെച്ചു കൊടുത്ത് രണ്ടാക്കി തിരിച്ചു, പല തട്ടുകളാക്കി തിരിച്ചു. പൗരന്മാരെ രണ്ട് തട്ടുകളാക്കി തിരിച്ചു, പല പാർട്ടികളാക്കി തിരിച്ചു. ഇങ്ങനെയാണല്ലോ ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ പല പാർട്ടികളായിട്ടും തട്ടുകളായിട്ടും തിരിച്ചെങ്കിൽ മാത്രമേ തന്റെ അക്രമാധിഷ്ഠിതമായ ഭരണകൂടത്തെ നമുക്ക് നിലനിർത്താൻ പറ്റുകയുള്ളൂ, കസേരയെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ഫാഷിസം മനസ്സിലാക്കുന്നുണ്ട്, എന്ന് സയനിസം മനസ്സിലാക്കുന്നുണ്ട്, എന്ന് ഫിർഔൻ മനസ്സിലാക്കിയതുപോലെ അത് തന്നെയാണ് തുടരുന്നതെങ്കിൽ ഒരു വിഭാഗത്തെ ഭയചകിതരാക്കി അടിച്ചമർത്തി അവൻ മുന്നോട്ട് പോയി. ഭയന്നുകൊണ്ട് ആണുങ്ങളെ, യുവതകളെ ഇല്ലാതാക്കുന്നു. അബ്നാഅഹും, ആൺമക്കളെയൊക്കെ കൊന്നു
കൊന്നൊടുക്കുന്നു, അറുകൊല കൊല്ലുകയാണ്. എന്താ ചെയ്യുകയാണ്? എന്താ ഇന്നറിയില്ല, മൃഗത്തിന്റെ പേരും പറഞ്ഞു കൊന്നു, ആൾക്കൂട്ട കൊലപാതകം. നമ്മൾ ഇന്ന് പരമ്പരയായി കേട്ടോണ്ടിരിക്കുന്ന ഇന്നതൊരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക്, മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു വിഷയമില്ലാത്ത രീതിയിലേക്ക് ആയിക്കൊണ്ടേയിരിക്കുന്നു. ആൺകുട്ടികളെയൊക്കെ വകവരുത്തി ആണുങ്ങളില്ലെങ്കിൽ ഭയചകിതരായി കഴിയേണ്ടി വരുമല്ലോ, ദുർബലരായി പെൺമക്കളെ ആക്കി തീർത്തു. പെൺമക്കൾക്ക് വേണ്ടി, അതായത് പെണ്ണുങ്ങളുടെ നേതാവാണ് എന്ന് സ്വയം അവരോധിച്ച് പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള നേതാവായി സ്വയം ചിത്രീകരിച്ചുകൊണ്ട് ലോകത്ത് അക്രമാധിഷ്ഠിത ഭരണം കാഴ്ചവെക്കുന്ന നേതാക്കന്മാരുടെ കൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഏകാധിപതികളെങ്കിൽ അത് ഫിർഔൻ കാണിച്ചു കൊടുത്തത്. ലോകം കണ്ടതിൽ, നമ്മുടെ രാജ്യം കണ്ടതിൽ എന്നൊക്കെ പറയില്ലേ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുഴപ്പക്കാരനായ നേതാവാണെന്ന് ഫിർഔനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ ഫിർഔനെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ, ആയത്ത് ഫിർഔനെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ ഒരു പടി കൂടി മുന്നോട്ടാണോ നമ്മുടെ നാട് എന്ന് സംശയിക്കുന്ന അവസ്ഥയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടത് എന്നുള്ളതാണ്. എന്നാൽ മാത്രമല്ല, ഏറ്റവും നിഷ്ഠൂരമായ, നികൃഷ്ടമായ രീതിയിലാണ് ഫിർഔൻ തന്റെ പ്രജകളെ കൈകാര്യം ചെയ്തത്. على خوف من فرعون يقتلون أبناءكم ويستحيون نساءكم. പെണ്ണുങ്ങളെയൊക്കെ ജീവിക്കാൻ അനുവദിക്കും, പെണ്ണുങ്ങൾക്ക് വേണ്ടി എന്ന് പറയും. എന്നിട്ട് പെണ്ണുങ്ങളെ ചെയ്യും, ദുർബലരാക്കി കഴിയും, മാത്രം ജീവിപ്പിക്കും. എന്നാൽ ആണുങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച് ഭരിച്ചോളാമെന്നും ജനങ്ങളോട് പെരുമാറിക്കോളാമെന്നും എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുമെന്നും പ്രതിജ്ഞയെടുത്ത് കയറിയ ആൾക്കാരാണ് നമ്മുടെ നാടിനെ പല തട്ടുകളാക്കി തിരിക്കാൻ അല്ലെങ്കിൽ വെട്ടിമുറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല, ഒന്ന് രാത്രി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ പിറ്റേ ദിവസം കാണാം എന്തോ ഒരു പുതിയ നിയമം പാതിരാത്രിക്ക് നടപ്പാക്കിയെന്ന്. അതായത് നാടിന്റെ പൗരത്വം തെളിയിക്കാൻ വേണ്ടി ഒരു ഷൂക്കേസുമായിട്ട് കൊണ്ടു നടക്കേണ്ടി വരും രേഖകൾക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ ധാരാളം രേഖകൾ ഷൂക്കേസിൽ സൂക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് നാടിനെ, നാട്ടുകാരെ, പൗരന്മാരെ ഉപദ്രവിക്കുന്ന നേതാക്കന്മാരുടെ കാലത്താണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ പ്രാർത്ഥന മാത്രമാണ്. അള്ളാഹുവിനോട് തിരിയുക എന്നുള്ളത് മാത്രമാണ്, അള്ളാഹുവിനെ തേടുക എന്നുള്ളതാണ് മാത്രമാണ്. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് പ്രാർത്ഥിച്ചപ്പോ, അള്ളാഹുവിനോട് താടുകേട് അപേക്ഷിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. നാം ഉദ്ദേശിക്കുന്നു ബലഹീനരായി, ഭയചകിതരായി, ലോകത്ത് ദുർബലരായി ചിത്രീകരിക്കാൻ ഏകാധിപതികൾ ശ്രമിച്ച അടിച്ചമർത്തപ്പെട്ട വിഭാഗം എന്നോട് താടുകയാൻ അപേക്ഷിച്ചതിന്റെ പേരിൽ, എന്നിലേക്ക് തിരിഞ്ഞതിന്റെ പേരിൽ തീർച്ചയായും അവരോട് നാം കരുണ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മാത്രമല്ല അവരെ നേതാക്കന്മാരാക്കാൻ പോവാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, സന്തോഷ വാർത്തയാണ്. മാത്രമല്ല, ഭൂമിയുടെ അനന്തരാവകാശികളായിട്ട് അവരെ നാം ആക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകാധിപതിയായ ഭരണാധികാരിയായ ഫിർഔനെ കടൽ കടത്തി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോഴാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും സമുദായവും മുഅ്മിനീങ്ങളും രക്ഷപ്പെട്ട് നൈൽ നദിയുടെ അപ്പുറത്തെത്തിയപ്പോ ആ വഴിയിലൂടെ കയറി ചെല്ലാമെന്ന് വിചാരിക്കുന്ന ഫിർഔനും കൂട്ടരും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കീഴിലാണ് നൈൽ നദി ഒഴുകുന്നത് എന്ന് പറഞ്ഞില്ലേ? അതായത് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പല നദികളും എന്റെ അധീനതയിലാന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ? അതേപോലെ നൈൽ നദി എന്റെ കീഴിലാണ്, എന്റെ അധീനതയിലാന്ന് പറഞ്ഞു ഫിർഔൻ. അത് തന്നെയാണ് ആ ഫിർഔന്റെ അതേ രീതിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പരത്തി പറയേണ്ട കാര്യമില്ല, ചരിത്രം നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഈ നദി എന്റെയാണ്, ഈ നദി നമ്മുടെ പേരാണ്, ഈ നദി ഇമ്മന്റെ പേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവകാശപ്പെടുന്ന ആൾക്കാര്. എന്നാൽ ആ നദിയിൽ തന്നെ അല്ലാഹു ഫിർഔനെയും കൂട്ടരെയും മുക്കി നശിപ്പിച്ചുവെങ്കിൽ ഒരുപക്ഷെ ഈ നദികളൊക്കെ അവർക്ക് വിധിയായി മാറുമോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. പക്ഷെ ആകും. അള്ളാഹുവിനോട് നമ്മൾ തിരിയുക, അള്ളാഹുവിനോട് താണുകേട് അപേക്ഷിക്കുക, ഇബാദത്തിൽ നമ്മൾ സജ്ജരാവുക, ഇബാദത്തിൽ നമ്മൾ ഒഴിക്കഴിയുക, അള്ളാഹുവിന്റെ തൗഹീദിന്റെ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുക, ദീനിനെ പരിചയപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى ال محمد
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد ബഹുമാനാദരവോട് നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായി നിൽക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് കണ്ടുവരുന്ന ഏതെല്ലാം അക്രമിയായ ഭരണാധികാരികളുണ്ടെങ്കിലും അള്ളാഹു വിചാരിക്കുന്നതേ നടക്കും. അവരുടെ പരിശ്രമങ്ങളൊക്കെ അള്ളാഹു പാഴാക്കി കളയും. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത് ആൺകുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഫിറൗൻ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഓരോ വീടുകൾ കയറി ഇറങ്ങും ഫിറൗന്റെ പട്ടാളക്കാർ, ഉറക്കം കെടുത്തികളായി മാറി. എന്നിട്ട് ഗർഭിണികളുടെ സെൻസസ് എടുക്കും. പക്ഷേ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സഹായം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതാവ് ആ ഗർഭത്തിന്റെ ലക്ഷണങ്ങളൊന്നും അള്ളാഹു നൽകിയില്ല. പ്രസവം കഴിഞ്ഞു. അപ്പോഴും ഭയന്നുകൊണ്ട് അള്ളാഹുവിനോട് താണുകൻ അപേക്ഷിക്കുന്ന ഒരു രംഗമാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതാവ് ഇമ്രാന്റെ ഭാര്യ. ചരിത്രങ്ങളിൽ യൂഹാനിദ് എന്ന പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതാവിലേക്ക് അള്ളാഹു ബോധനം നൽകി. ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു. പക്ഷേ സൈന്യം, ഫിർഔന്റെ അക്രമ സൈന്യം വന്ന് കയറി കഴിഞ്ഞാൽ, ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അറിയുമോ? കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിലൂടെ ഒഴുക്കി വിട്ടേ. വല തഹാഫി, പേടിക്കേണ്ടതില്ല. ഞാനല്ല പറയുന്നത്, പടച്ചോൻ പറയുക. വല തഹസനി, രസനിക്കേണ്ടതില്ല. തീർച്ചയാണ് നിന്നിലേക്ക് ഞാൻ മടക്കി തരേണ്ട ഈ കുട്ടിയെ. പെറ്റമ്മയ്ക്ക് അതിന്റെ വേദന മനസ്സിലാവുന്നു. ഒരു കാര്യം ഉറപ്പു തരാം, ലോകത്ത് തിളങ്ങി നിൽക്കുന്ന ദൈവദൂതനായി ഞാൻ മൂസയാക്കും, കുട്ടിയാക്കും. അങ്ങനെ ഈ കുട്ടിയെ നൈൽ നദിയിൽ ഒഴുക്കിയപ്പോ കൊട്ടാരത്തിലേക്ക് ഒരു കൈത്തോടുണ്ട്. അവിടെയുള്ള ഫിർഔന്റെ വെപ്പാട്ടിമാരവിടെ കുളിക്കുന്ന പതിവാണ്. ആ കുട്ടിയെ ഒരു പെട്ടി ഒഴുകുന്നു എന്ന് കണ്ടു. ഇവരെടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയപ്പോ നല്ല പ്രകാശിക്കുന്ന മുഖമുള്ള ഒരു കുട്ടി. അപ്പോ എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ ഫിർഔന് അസഹിഷ്ണുത, ഫിർഔന് ബുദ്ധിമുട്ടാണ്. കാരണം എന്നെ ഒരു ആൺകുട്ടിയാണല്ലോ കൊല്ലുന്നത്, ആൺകുട്ടി വളർന്നു വലുതാകുമ്പോഴാണ് കൊല്ലുന്നത്. കാരണം ഇവനൊരു സ്വപ്നം കണ്ടിരുന്നു. അതായത് ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് ഒരു തീയാടിപ്പളരുന്നത്, അത് ഈജിപ്റ്റ് മൊത്തം വിഴുങ്ങുന്നത്, ഭൂരിപക്ഷ സമുദായമായ കിബത്തികളെ മൊത്തം കരിഞ്ഞു പോകുന്നത് ചരിത്രം രേഖപ്പെടുത്തുന്ന അങ്ങനെയാണ്. എന്നാൽ ബനൂ ഇസ്രായേലിന് ഒരു കുഴപ്പം വരുന്നില്ല. പലരെയും വിളിച്ചന്വേഷിച്ചു, ഇതിന്റെ വ്യാഖ്യാനം പറയുന്നില്ല. പക്ഷെ അവസാനം ഒരാൾ പറഞ്ഞു, ഇതിന്റെ വ്യാഖ്യാനം എന്തെന്ന് പറയുമ്പോ, ഇത് ഏതൊരു കുട്ടി, ഒരു ആൺകുട്ടി ജനിക്കുന്നുണ്ട് ഫലസ്തീന്റെ ഭാഗത്ത്. ആ കുട്ടി വളർന്നു വലുതാകുന്നത് നിന്റെയും സമുദായത്തിന്റെയും നിന്റെയും കൂട്ടരുടെയും നാശമാണ് എന്ന്. അങ്ങനെയാണ് അവൻ ഓരോ ആൺകുട്ടികളെയും കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ കുട്ടിയെ കൊട്ടാരത്തിൽ കൊണ്ടുപോയപ്പോ ഫിർഔൻ പറഞ്ഞു, ഇവനായിരിക്കാം നമ്മുടെ നാശത്തിന്റെ തുടക്കം, അതുകൊണ്ട് ഇവനെ കൊന്നേ പറ്റുള്ളൂ. വഖാലത്ത് ഇംറഅത്തു ഫിർഔൻ, ഏതാണുങ്ങളും പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കുമല്ലോ. ഫിർഔന്റെ ഭാര്യ പറഞ്ഞു, ആസിയ പറഞ്ഞു, എന്തെന്നറിയുമോ? ഫിർഔൻ ഖുറത്തു ഐനിനെ, കണ്ടിട്ട് കണ്ണഞ്ചിച്ചു തോന്നുന്നുണ്ട്, കണ്ണിന് വലിയ രസം തോന്നുന്ന, ആനന്ദം തോന്നുന്ന ഒരു കുട്ടിയാണ്. മാത്രമല്ല ലാ തഖ്തുലു, അള്ളാനെ ഓർത്ത് കൊല്ലരുത് കേട്ടോ, ലാ തഖ്തുലു, കൊന്നുകളയരുത് കേട്ടോ ഈ കുട്ടിയെ. മാത്രമല്ല ഈ കുട്ടിയെ നമുക്ക് വളർത്താം, ആരും അറിയുകയില്ല, ആരും അറിയാത്ത രീതിയിൽ വളർത്താം. ഇന്ന ഫിർഔന വഹാമാൻ, എന്നാൽ ഫിർഔനും അവന്റെ ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, ഫിർഔനും ആഭ്യന്തരമന്ത്രി ഹാമാനും, അവർ രണ്ടുപേരും ഏറ്റവും വലിയ ലാലിന്യങ്ങളായിരുന്നു. കൊലയ്ക്കൊരു കുറവുണ്ടായിരുന്നില്ല, ആരെയും നിഷ്ഠൂരമായി വലിക്കുമായിരുന്നു. വഖാലത്ത് ഉഖ്തി, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരന്റെ ചരിത്രത്തിൽ രേഖപ്പെടുന്നുണ്ട് കുൽസും എന്നാണ്. ആ
സഹോദരിയെ ആളയച്ചു വിട്ടു. ആ പെട്ടി എങ്ങോട്ട് ഒഴുകുന്നറിയാൻ വേണ്ടിയിട്ട് നേരെ കൊട്ടാരത്തിലേക്കാന്ന് വന്നു മനസ്സിലായി. അല്ല പറഞ്ഞല്ലോ തിരിച്ചു കൊടുക്കുമെന്ന്. കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാൻ വേണ്ടി പല പെണ്ണുങ്ങളെ വിളിച്ചു, പക്ഷെ കുട്ടി അടുക്കുന്നില്ല. അവസാനം ഈ പെണ്ണ് സഹോദരി പോയി പറഞ്ഞു, അറിയാതെ ഇന്നെ സഹോദരിയാന്നറിയാതെ കൊട്ടാരത്തിൽ പോയിട്ട് പറഞ്ഞു, എനിക്കൊരാളെ അറിയാം. ആ ഉമ്മ പല കുട്ടികൾക്കും മുലപ്പാല് കൊടുക്കാറുണ്ട്. ആ കുട്ടി ഏത് കുടിക്കാത്ത കുട്ടിയും ആ ഉമ്മയ്ക്ക് കൊടുത്താൽ ആ ഉമ്മ കൊടുത്താൽ കുടിക്കും. അങ്ങനെ ആ കുട്ടിയെ കുറിച്ച് അവരെ കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മയാണ്. കൊട്ടാരത്തിൽ വന്ന് ഉമ്മ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തു. കുട്ടി കൊട്ടാരത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ ഉമ്മയും അനുഭവിച്ചുകൊണ്ട് രാജകീയ കുടുംബത്തിൽ അവിടെ വളർന്നു. ഇതാണ് അള്ളാഹുവിന്റെ തർത്തീബ്. അതായത് ആരെയാണോ വലിക്കാൻ ശ്രമിക്കുന്ന അള്ളാഹു വളർത്തിക്കൊണ്ടുവരുന്നത് അവരെ നീ പൊന്നുപോലെ വളർത്തും. ഫിർഔൻ വളർത്തിയ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി വന്നിട്ട് വലുതായപ്പോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ ഫിർഔനെ കൊല്ലുന്നതിന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കാരണമായി എങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ഭയചകിതരായി ജീവിക്കുന്ന ആൾക്കാരെ കൊണ്ടായിരിക്കും അക്രമവും അനീതിയും ഏകാധിപത്യവും നടത്തുന്ന ഭരണാധികാരികളെ ഇല്ലാതാക്കാൻ അള്ളാഹു ഒരുപക്ഷേ നിമിത്തമാക്കുന്നത്. ഒന്നുമല്ല എന്ന കുട്ടികൾ ഇന്ന് ലോകത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചൂടവെക്കണമെന്നും ഈ നാട് ഏറ്റവും വലിയ വിദ്യാസമ്പന്നമായി കൂട്ടിക്കൊഴിച്ചിരിക്കുന്ന നാട്ടിലെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന അവസ്ഥയിലേക്ക് നേതാക്കന്മാരും ഭരണകൂടവും പോയപ്പോ ഒരു നിമിഷം മതി ലോകം സ്തംഭിക്കാൻ, നാട് സ്തംഭിക്കാനെങ്കിൽ അള്ളാഹുവിന്റെ തർത്തീബ് അങ്ങനെയാണ്. അവിടെ നമ്മൾ അള്ളാഹു എത്രയേ കണ്ട് നമ്മൾ ദുആ ചെയ്തു. അള്ളാഹ് നമ്മുടെ ദുആ സ്വീകരിക്കുന്ന ഈ നിലയിലാണ് എങ്കിൽ അവർ പക്ഷേ അത് ലോകത്ത് കാണുന്ന നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.